നമ്മൾ ചുറിയിൽ നിന്ന് തിരിച്ച് മിലാനിലേക്ക് പോവാണ്. അപ്പോൾ മിലാനിലേക്ക് നമ്മൾ ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഇവിടുന്ന് തിരിക്കും. പിന്നെ നമ്മൾ ഓൺ ദ വേ നമ്മൾ സൂറിച്ചിൽ പോകുന്നുണ്ട്. സൂറിച്ചിൽ ടൈം കിട്ടുവാണെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മിലാനിലേക്ക് പോകും. പിന്നെ എന്താണ്, നമുക്ക് ഇവിടെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മിലാനിൽ കാണാം. ഒത്താൽ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ് ആണ്. ഒത്തിരി ലേറ്റ് ആയിട്ട് അവർ ഓപ്പൺ ആവത്തുള്ളൂ. നമുക്ക് നോക്കാം, എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് കഴിക്കാം. ഓക്കെ. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ ഈ സ്ട്രീറ്റ് മുഴുവൻ ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകളാണ്. ന്യൂയോർക്കറുണ്ട്, C&A ഉണ്ട്, ഹങ്ക് മുള്ളറുണ്ട്, സോൾട്ട് ഉണ്ട്, ലഞ്ച് എന്ന് പറയുന്ന ലഷ് എന്ന് പറയുന്ന സ്റ്റോറുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് വരുവാണെങ്കിലും അതും പോസിബിളാണ്. ഇപ്പോൾ ഇവിടെ കുറേ സെയിൽ നടക്കുന്ന ടൈമാണ്. ഇപ്പം വോയിസ് ഓവർ ചെയ്യുവാണ്, സൗണ്ട് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സ്റ്റേ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തായിട്ടും എടുത്തുകൊണ്ട് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. ജസ്റ്റ് കുറച്ച് 300-400 മീറ്ററേ ഉള്ളൂ ട്രെയിൻ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തുനിന്ന്. അതും ചുരിൻ്റെ ഓൾഡ് ടൗണിനകത്ത് നമ്മൾ സ്റ്റേ ചെയ്തതും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കുറേ മെമ്മറീസ് ഉണ്ടാക്കി. അങ്ങനെ ആ ഒത്തിരി നല്ല മെമ്മറീസൊക്കെ ആയിട്ട് നമ്മൾ മിലാനിലേക്ക് തിരിക്കുകയാണ്. ചെറിയ സങ്കടമുണ്ട്, പക്ഷേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പോവാണ്. കണ്ടു, മലകളാൽ ചുറ്റപ്പെട്ട ഒരു കുട്ടി സിറ്റി എന്ന് പറയാം. അതിൻ്റെ ഇടയ്ക്ക് കെന്നുവാണെങ്കിൽ കിളികളെയൊക്കെ കണ്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുക. കണ്ടോ, മൗണ്ടെയിൻ ഇരിക്കുന്നുണ്ടോ? ചുറ്റും ഇതുപോലെ മൗണ്ടനാണ് ഈ കുഞ്ഞി സിറ്റിയുടെ ചുറ്റിനും. നല്ലൊരു ഭംഗി തന്നെയാണ്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് പ്രാം ഉണ്ടെങ്കിലും വീൽ ചെയർ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ലിഫ്റ്റിനകത്ത് ഇതുണ്ട്. ഇവിടെ ലിഫ്റ്റ് ആക്സസ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ അപ്പോത്തേക്കുണ്ട്, ഫാർമസി ഉണ്ട്. അപ്പം നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരാം. എല്ലാവർക്കും ജേർണി നടത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത്. അപ്പം പറ്റുവാണെങ്കിൽ എല്ലാവരും ഇവിടെ വരണം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ചുരിയിൽ നിന്ന് മിലാൻ സെൻറ്ററിലേക്ക് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇന്നലെ വന്ന പോലെ സോൺഡ്രിയോ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഇറങ്ങി പിന്നെ അവിടുന്ന് മിലാനിലേക്ക് പോകാനായിരുന്നു. അതായത് ചുരിയിൽ നിന്ന് ടിറാനോ പോയി, ടിറാനോയിൽ നിന്ന് സോൺഡ്രിയോയിലേക്ക് ബസ് കയറി, സോൺഡ്രിയോയിൽ നിന്ന് ട്രെയിൻ പിടിച്ച് നേരെ മിലാനിലേക്ക് പോകാമെന്ന് വെച്ചാൽ. പക്ഷെ അത് ഭയങ്കര ടീഡിയസ് ആയിട്ട് തോന്നുന്നു. അപ്പം നമുക്ക് വേറൊരു ഓപ്ഷൻ അറിഞ്ഞു. അപ്പോൾ ആ രീതി പോകണമെങ്കിൽ ഒരു 6.5 hours വരും ടോട്ടൽ ജേർണി, 1 way. അപ്പം അതിന് പകരം നമുക്ക് വേറൊരു ഓപ്ഷൻ കിട്ടി. അതാണ് നമ്മൾ ഇവിടുന്ന് നേരെ സൂറിച്ച് പോവുക. സൂറിക്കിൽ നിന്ന് നമ്മൾ മിലാനിലേക്ക് ഒരൊറ്റ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പം അത് ടോട്ടൽ 4 hours 42 minutes ആണ് ടോട്ടൽ ജേർണി. അപ്പോൾ അതിച്ചൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം ലെറ്റ്സ് സീ. ഇപ്പോൾ ട്രെയിൻ ചേഞ്ച് 11 minute ആണ്. എങ്ങനെ നമുക്ക് ആ ട്രെയിൻ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കാണ് അടുത്ത ട്രെയിൻ. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ടൈം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ സൂറിച്ച് എക്സ്പ്ലോർ ചെയ്യാം കുറച്ചൊക്കെ, എന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇവൾക്ക് നല്ല വിശപ്പ്. ഇവിടെ ജർമ്മൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഫുഡുകളാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ രീതി കഴിക്കാം. ഏത് കൺട്രി ആണെങ്കിലും അവിടുത്തെ രീതി ട്രൈ ചെയ്യാനല്ലോ നമുക്ക് ആഗ്രഹപ്പെടുന്നത്. അപ്പം നമുക്ക് കുറച്ച് പ്രെറ്റ്സൽസ് ഒക്കെ നോക്കാം. ഓക്കെ. Excuse me, can I take a video of this? Thank you. And I will order. ഹാം ഉണ്ട്. നമ്മൾ യൂഷ്വലി സ്വീറ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ സോൾട്ടി ആയിട്ടുള്ള സാധനം. പിന്നെ ഇതല്ലോ പെപ്പറോണി വെച്ചിട്ടുള്ളൂ.
പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന ഹലോ, അത് നമ്മളിപ്പം സൂര്യച്ചിലേക്കുള്ള ട്രെയിൻ കയറി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മെയിനായിട്ടൊന്നും കഴിച്ചില്ല. അവിടെ നമ്മളിപ്പോൾ ബ്രെഡ്സിൽ വാങ്ങിച്ചു. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിഞ്ഞ പിള്ളേർക്ക് ചോക്ലേറ്റിൻ്റെയും നമ്മൾ ഹാമിൻ്റെയും ആണ് നമ്മൾ വാങ്ങിച്ചത്. ഓക്കെ ഓക്കെ അത് നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാം. എനിക്കൊരു ചീസിൻ്റെ ബ്രെഡ്സിലാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയുള്ളത്. സ്വിസ് ചീസാണ്. സൂപ്പർ സൂപ്പർ. അടിപൊളി. ഡിങ്കിലി എന്നടാ? ഉണ്ട്. ഇങ്ങനെ ഈ യാത്രയിൽ കൂടുതലും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും എടുത്തിട്ടുള്ളതും ട്രെയിൻ ജേണിയാണ് കേട്ടോ. പക്ഷേ ട്രെയിൻ ജേണി എന്ന് പറയുമ്പോൾ പക്ഷേ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ട്രെയിൻ ജേണിയാണ്. കണ്ടോ, നല്ല മനോഹരമായ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. നല്ല ബിഗ് വിൻഡോ ഒക്കെയാണ് ട്രെയിനിന്. അതുകൊണ്ട് മാക്സിമം നമുക്ക് ആ വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കണ്ടു എന്നാ മനോഹരമായത്. എവിടെ തിരിഞ്ഞാലും മലകളും കുന്നുകളൊക്കെ തന്നെ. പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന പോലെ വേറൊരു മോഡിലേക്ക് നമ്മളായിപ്പോവും. നല്ലൊരു റിലാക്സിങ് ആണ് ഈ ജേണി തന്നെ. അങ്ങനെ നീണ്ട 4 മണിക്കൂറിൻ്റെ യാത്ര കഴിഞ്ഞ് നമ്മൾ മിലാനെത്തി. നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. അപ്പാർട്ട്മെൻറ്റ് ടൂർ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അപ്പാർട്ട്മെൻറ്റ് എൻട്രൻസ്. കയറുന്നതിന് മുന്നേ വെളിയിൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ ഉണ്ട്. നല്ല രസമാണ്. നമ്മൾ എയർബിഎൻബി ഒക്കെ നമ്മളിപ്പം എയർബിഎൻബിയെക്കുറിച്ച് വേറൊരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നമുക്ക് ഈ കാര്യം ഞാൻ കാണിച്ചുതരാം. നമുക്ക് ഈ ജേണിയിൽ, ഈ ഇറ്റലി യാത്രയിൽ നമ്മൾ പല ടൈപ്പ് ലോക്കുകൾ നമ്മൾ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു ടൈപ്പ്. ഇത് നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ. ഇപ്പം കയറി വരുമ്പോൾ തന്നെ ഇവിടെ വൈഫൈ ഉണ്ട്. പിന്നെ ഇതുണ്ട്, എൻട്രൻസിൽ ഉണ്ടോ ഇങ്ങനെയുണ്ട്. അതിന് ഷൂസ് വെക്കുന്ന ഏരിയ ഉണ്ട്. പിന്നെ മിററുണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റിലൊരു കിച്ചൺ ഉണ്ട്. അതിനകത്ത് വാഷിംഗ് മെഷീൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുക്കിംഗ് റേഞ്ച് ചൂടേതായിട്ട് കാണിക്കാം. ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, കുക്കിംഗ് റേഞ്ച് ഉണ്ട്. ഇവിടെ ഡിഷ് വാഷർ ഉണ്ട്, ഓവൻ ഉണ്ട്. പിന്നെ കോഫി മേക്കറും സാധനങ്ങളും വെച്ചിട്ടുണ്ട്. കെറ്റിലുണ്ട്. പിന്നെ കണ്ടോ കുറച്ച് സ്നാക്സും അങ്ങനത്തെ സാധനങ്ങൾ, കോഫി മേക്കറിന് വേണ്ടിയിട്ടുള്ള കോഫി. പിന്നെ കുട്ടി വിൻഡോ. കിച്ചണിൽ നിന്ന് ഡൈനിങ് സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ഡൈനിങ് കം ഡ്രോയിങ് റൂമാണ്. കണ്ടോ ഇങ്ങനെ ഇരിക്കും ഡ്രോയിങ് റൂം. പിന്നെ ഇതിനൊരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ഓക്കെ, വരുന്നുണ്ട്.
ഇതൊരു സ്റ്റോറേജ് സ്പേസാണ്, അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസാണ്. ഒത്തിരി ദിവസമൊക്കെ നിൽക്കാൻ പറ്റിയൊരു അപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇതൊരു ബെഡ്റൂം, കബേർഡ്, മിറർ, പെയിൻറ്റിങ്സ്, ഒരു ക്യൂട്ട് വിൻഡോ പോലെ മിറർ. പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഫോർ 3 days. ഓ മറന്നുപോയി, ബാത്റൂം കാണിച്ചില്ല. ഇതാണ് ബാത്റൂം. ഷവർ ക്യൂബിക്കിൾ, തോർത്തല്ല തറയിടുന്ന സാധനം. ഇങ്ങനെ ഇതിനുണ്ട് ഡോർ, എന്തിനാണെന്നറിയില്ല, പക്ഷേ ഡോറുണ്ട്. മിറർ. അപ്പോൾ അത്രയൊക്കെയാണ് അപ്പാർട്ട്മെൻറ്റ് ടൂറ്. നമ്മളന്ന് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഒരു ഡിന്നർ വാങ്ങിച്ച് കഴിച്ചു. അതിന് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ എയർബിഎൻബി നമ്മൾ എടുക്കുമ്പം നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നാണ്. അതായത് നീറ്റാക്കി തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതനുസരിച്ച് അവർ നമുക്ക് റിവ്യൂ തരും. നമ്മൾക്ക് അവർക്ക് റിവ്യൂ കൊടുക്കാം, എയർബിഎൻബി ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്. അതുപോലെ തന്നെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെക്കുറിച്ച് റിവ്യൂ ഇടും, നമ്മൾ നന്നായിട്ടാണ് വെച്ചവരെന്ന് വെച്ചിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ടൈം വേറെ സ്ഥലത്ത് നിൽക്കാൻ പോകുമ്പം നമുക്ക് കിട്ടിയ റിവ്യൂ അനുസരിച്ചാണ് ഓരോ ഹോസ്റ്റലുകൾ നമ്മളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കയറുമ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. Day 4 ഇൻ ഇറ്റലി. നമ്മൾ അടുത്ത ദിവസം മുതൽ നമ്മൾ മിലാൻ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ സൂൺ തന്നെ പുതിയൊരു വീഡിയോ ഇടുന്നതാണ്. അതുവരെ സ്റ്റേ ഹാപ്പി ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. ബൈ.